നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ മുസ്ലിം ലീഗ് വീണ്ടും ദീർഘനിശ്വാസം വിടുകയാണ്. NSS-SNDP സഖ്യം തകരുകയും UDF-ന് രാഷ്ട്രീയ മുൻതൂക്കം ഉണ്ടാവുകയും ചെയ്തു എന്ന് മനസ്സിലായതോടുകൂടി മുസ്ലിം ലീഗിന് ഒരു നിശ്വാസം വിടേണ്ട ഒരു അന്തരീക്ഷം സംജാതമായി. NSS-SNDP സഖ്യവും അതുവഴി BJP-ക്കും CPM-നും ഉണ്ടാകുന്ന നേട്ടവും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെയാണ് ശരിക്കും ബാധിച്ചത്. കോൺഗ്രസിനേക്കാൾ ഇതിനെ ഭയപ്പെട്ടത് മുസ്ലിം ലീഗായിരുന്നു. കാരണം അടുത്ത തവണ ഇനി ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ലീഗിനെ കൊണ്ട് കേരളത്തിൽ ആർക്കും ഒരാവശ്യവുമില്ല. മൂന്നാം തവണ പ്രതിപക്ഷത്തിരിക്കാൻ മുസ്ലിം ലീഗ് ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ള സൂചന അവർ നൽകിയിരുന്നു. എന്നാൽ UDF-നൊപ്പം നിന്നാൽ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം ലീഗിനെ വല്ലാതെ അലട്ടിയിരുന്നു. എന്നാൽ SNDP-NSS ഐക്യം പൊളിയുകയും പിണറായി വിജയൻ വലിയ തിരിച്ചടിയേൽക്കുകയും UDF-ൻ്റെ ഒരു മുൻതൂക്കം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുണ്ടാകുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളെ അധികരിച്ചു ഉണ്ടായതോടുകൂടി ലീഗിൻ്റെ മുഖമൊന്ന് തെളിഞ്ഞിരിക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളുമെല്ലാം NSS-ൻ്റെ ഈ പിന്മാറ്റത്തെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. NSS എക്കാലവും മതേതരത്വത്തിൻ്റെ കൂടെ നിന്നും മതേതരത്വം ഉയർത്തിപ്പിടിച്ചു. എപ്പോഴും എല്ലാ വിഭാഗം ജനങ്ങളുമായി അവർ സൗഹാർദ്ദം കാത്തുസൂക്ഷിച്ചു. അതുകൊണ്ട് NSS-ൻ്റെ പാത തങ്ങൾ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുന്നു എന്ന നിലയിലാണ് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളുമെല്ലാം പറഞ്ഞത്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. NSS-SNDP സഖ്യം BJP-ക്കും CPM-നും ഒരുപോലെ ഗുണം ചെയ്യുമെന്നും UDF-ൻ്റെ അടിവേരിറക്കുമെന്നും മുസ്ലിം ലീഗ് മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പോൾ ആ ഐക്യം പൊളിഞ്ഞതോടുകൂടി, ഐക്യത്തിൽ നിന്നും NSS പിന്മാറിയതോടുകൂടി ലീഗിന് പെരുത്ത് സന്തോഷമായി. ഇനി അത്ര പെട്ടെന്നൊന്നും പിണറായി വിജയൻ മൂന്നാം തവണ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം പിണറായി മൂന്നാം തവണ ഭരണത്തിൽ തിരിച്ചു വന്നാൽ പിന്നെ ലീഗിനെ UDF വിടേണ്ടി വരും. UDF വിട്ടാൽ പിന്നെ ലീഗ് അങ്ങോട്ട് പോകും. ഭരണമുള്ള പിണറായിയുടെ അടുത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ പിണറായി പറയണ കേൾക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ അവസ്ഥയുണ്ടാവും. അഖിലേന്ത്യാ തലത്തിൽ AICC നേതൃത്വവും ലീഗും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? ഇതെല്ലാം ലീഗിനെ അലട്ടിയിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ കൊടക്കയിൽ നിന്നും തെന്നി മാറാൻ ഒരിക്കലും ലീഗിന് കഴിയില്ല. കാരണം വെച്ചാൽ NDA മുന്നണിയുടെ ഭാഗമാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ലീഗ്. INDA മുന്നണി എന്നൊക്കെ BJP കളിയാക്കി വിളിക്കുമെങ്കിലും ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിം ലീഗാകട്ടെ, കേരള കോൺഗ്രസ് ആകട്ടെ, മറ്റു പാർട്ടികളാകട്ടെ. അതുകൊണ്ട് തന്നെ അവിടെ ദേശീയ തലത്തിൽ ആ മുന്നണി, രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ആ മുന്നണി വിട്ടുപോരാൻ ലീഗിന് കഴിയില്ല. എന്നാൽ കേരളത്തിൽ CPM-ലേക്ക് പോവുക എന്നുള്ളത് ആലോചിക്കാനും വയ്യ. പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഭയം അവരെ അലട്ടുകയും ചെയ്തു. അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ NSS-SNDP സഖ്യം CPM-നും BJP-ക്കും ഗുണം ചെയ്യുമോ? CPM-നും പിണറായിക്ക് മൂന്നാം തവണയും ഭരണ തുടർച്ച നൽകുമോ? BJP-ക്ക് കൂടുതൽ സീറ്റുകൾ നൽകുമോ? ഇതൊക്കെയായിരുന്നു ഈ ഭയത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ഐക്യത്തിൽ നിന്നും NSS പിന്മാറിയതോടുകൂടി വലിയൊരു ആശ്വാസമാണ് മുസ്ലിം ലീഗിനുണ്ടായത്. വലിയൊരു ആശ്വാസം എന്ന് വെച്ചാൽ ഏതായാലും ഭരണം UDF-ന് ലഭിക്കുമെന്നുള്ള ഒരു സ്വപ്നമെങ്കിലും അവർക്ക് കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയാവസ്ഥ സംജാതമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ലീഗ് ഇതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. CPM-നും BJP-ക്കും ഒരിക്കലും ഒരു എഡ്ജ് പോലും നൽകാതെ, ഒരു സാധ്യത പോലും നൽകാതെയാണ് NSS ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറിയത്. അത് UDF-ന് വലിയ ഗുണം ചെയ്യും, കോൺഗ്രസിന് വലിയ ഗുണം ചെയ്യുമെന്ന് ലീഗ് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകില്ലെന്നും UDF-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരിക്കും ഉണ്ടാകൂ എന്നും, അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ലീഗിന് തന്നെയായിരിക്കും അതിൽ പ്രാമുഖ്യം. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷി എന്നുള്ളതിൽ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ലീഗായിരിക്കും. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും ലീഗിൻ്റെ കയ്യിലായിരിക്കും. ഇക്കാര്യമെല്ലാം അവർ ചിന്തിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും അപ്രതീക്ഷിതമായി അവർക്ക് കിട്ടിയൊരു ബോണസാണ് ഈ ഐക്യശ്രമത്തിൽ നിന്നുള്ള NSS-ൻ്റെ പിൻവാങ്ങൽ. അതോടുകൂടി UDF ഭരണം വരും എന്നുള്ള ഒരു ഉറപ്പിലും സന്തോഷത്തിലുമാണ് മുസ്ലിം ലീഗ്.